എന്തുകൊണ്ട് iOS 18 നിന്ന് ഡയറക്ട്ലി 26ലേക്ക് അത്ര വലിയ മാറ്റങ്ങളാണ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്? സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് iOS 18 നിന്ന് 19ലേക്ക് പോകാത്ത ഈ 26ന്റെ പേരുടെ ചടങ്ങിന് പിന്നിട്ടുള്ള ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 26ലേക്ക് പോയിട്ടുള്ളത്. ഈ വർഷം വരുന്ന iPhone 17 വരാനിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് iOS 19. ഈ 2025 iOS 19 എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ മൈൻഡിലായിട്ട് അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് സോഫ്റ്റ്വെയർ ആയിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ iOS 26ലേക്ക് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ അത്രയും വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടല്ല. ഇത് മാത്രമല്ല, iOS 19, iPadOS 19, tvOS 19, macOS 16, watchOS 13, visionOS 3 ഇതിനെല്ലാത്തിനും വരെ ഈ 26 സീരീസിലേക്ക് മാറ്റിയെന്നുള്ള ലോജിക്ക് ഇത് മാത്രമാണ്. സിമ്പിളായിട്ട് പറയുകയാണ്, ഈ വരുന്ന സെപ്റ്റംബറിലാണ് ഐഫോണിന്റെ 17 സീരീസ് ഇറങ്ങാൻ പോകുന്നത്. അതിൽ വരാൻ പോകുന്ന സോഫ്റ്റ്വെയർ സ്വാഭാവികമായും iOS 19 ആയിരിക്കണം. ഈ വർഷം 2025 ഈ 2025 iOS 19 എന്ന് പറയുമ്പോൾ ആളുകളുടെ മൈൻഡിൽ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ചിന്ത വരാൻ സാധ്യതയുണ്ട്. ഇത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് iOS 26ലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് iOS 25 ഇട്ടില്ല എന്നുള്ളത്. കാരണം ഈ വരുന്ന സെപ്റ്റംബറിലായിരിക്കും ഈ ഒരു അപ്ഡേഷൻ ഒട്ടുമിക്ക ഫോണുകളിലേക്കും വരാൻ പോകുന്നത്. സോ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ ഒരു 3 മാസം കഴിഞ്ഞാൽ അടുത്ത വർഷമായി, അതായത് 26 ആയി. ഈ വരുന്ന iPhone 17 ഏറ്റവും കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പോകുന്നത് ഈ 2025 2026 ആ സമയത്തും ഇത് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് iOS 26 എന്ന് കൊടുത്തിട്ടുള്ളത്. iOS 26 മാത്രമല്ല, iOS 19, iPadOS 19, tvOS 19, macOS 16, watchOS 13 and visionOS 3 ഇതെല്ലാം വരുന്നതിന് പകരം ഒരൊറ്റ സീരീസിലേക്കാണ് മാറ്റിയിട്ടുള്ളത് 26ലേക്ക്. സോ ഇതിന്റെ ലോജിക്ക് ഇത്രേ ഉള്ളൂ. ഇനിയുള്ള ഓരോ വർഷം പുതിയ അപ്ഡേഷനുകൾ വരുമ്പോൾ ഇതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് iOS 26 വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് iOS വന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഐഫോണിന്റെ വാൾപേപ്പറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ നിങ്ങൾക്ക് വാൾപേപ്പറിൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു 3D എഫക്ട് കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഓൾറെഡി കിട്ടിയിട്ടുള്ള സംഭവമാണ്, വലിയ സംഭവം ഒന്നല്ല. എങ്കിൽ കൂടി ഇപ്പൊ iOS ഡയറക്ട്ലി നിങ്ങൾക്ക് 3D ഡെപ്ത് എഫക്ട് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് പിന്നിൽ കൊണ്ടുവരാൻ പറ്റും. ഇത് മാത്രമല്ല, ഇവർ ഈ ഒരു തീമാണെന്ന് തന്നെ പറയാൻ പറ്റും. ഈ ഒരു തീമിന് ഇട്ടിരിക്കുന്ന പേര് തന്നെ ലിക്വിഡ് ഗ്ലാസ് എന്നിട്ട് പറഞ്ഞിട്ടാണ്. ഗ്ലാസിന്റെ ലിക്വിഡിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇവർ ഈ ഒരു സോഫ്റ്റ്വെയർ ചെയ്തിട്ടുള്ളത്. സോ കൊള്ളാം, ഇതിന്റെ ആനിമേഷൻ മറ്റു കാര്യങ്ങളൊക്കെ കൊള്ളാം. ഒരു റീഡബിലിറ്റിയുടെ ചെറിയൊരു ഇഷ്യൂ പലരും റൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിന് കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിലുള്ള വാൾപേപ്പറിന്റെ കോംപ്ലിക്കേഷൻ അനുസരിച്ച് നിങ്ങൾ ഇത് റീഡ് ചെയ്യുന്നതിന്റെ ചെറിയ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ സാധ്യത. നിങ്ങൾക്ക് അത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള ഐക്കണിലേക്കും പോകാവുന്നതാണ് കേട്ടോ. ഒരു പിക്ചറിന്റെ മുകളിൽ ഗ്ലാസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇവരുടെ ഓരോ ഓപ്ഷൻസിനും സെറ്റിംഗ്സിലും എല്ലാം ഈ ഒരു ഗ്ലാസ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ വാൾപേപ്പറിന്റെ ഫോട്ടോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ ലോക്ക് സ്ക്രീനിലുള്ള ക്ലോക്കിന്റെ സൈസും ഓട്ടോമാറ്റിക്കലി മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു ചേഞ്ച് വന്നിട്ടുള്ളത് ഇതിന്റെ ക്യാമറ ആപ്ലിക്കേഷനാണ്. ക്യാമറ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇപ്പോൾ കാണാൻ പറ്റില്ല. ഇതിന്റെ താഴെയുള്ള ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്താൽ മാത്രമേ ക്യാമറയുടെ മറ്റു ഓപ്ഷനുകൾ കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത വിധം നിങ്ങൾക്ക് വീഡിയോ, ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വലിയൊരു കാര്യം അവർ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയുടെ റെസൊല്യൂഷനും FPS ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇനി വളഞ്ഞ് മൂക്ക് പിടിച്ച് സെറ്റിംഗ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. മെയിൻ സ്ക്രീനിൽ തന്നെ ഉണ്ടാവും. ഇറ്റ്സ് എ ഗുഡ് തിങ്. ഈ ഒരു ലിക്വിഡ് ഗ്ലാസിന്റെ ഡിസൈൻ ഇവിടെ മാത്രമല്ല, കംപ്ലീറ്റ്ലി നിങ്ങളുടെ UIയിൽ മൊത്തം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈവൻ ഈ നോട്ടിഫിക്കേഷനിൽ വരെ ഈ ഒരു ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡിസൈനാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ്സിൽ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വായിക്കുക, അതുപോലെയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ കൺട്രോൾ സെന്റർ നോക്കുകയാണെങ്കിൽ ഇവിടെയും ഈ ലിക്വിഡ് ഗ്ലാസിന്റെ ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കൂടാതെ നിങ്ങൾ ഓരോ ഓപ്ഷൻസ് സ്വൈപ്പ് ചെയ്യുമ്പോഴും അവിടെയുള്ള ഈ ആനിമേഷൻ വളരെ സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഹോം സ്ക്രീൻ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഐക്കൺസിന്റെ ആനിമേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്, വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് കൂടാതെ മറ്റൊരു അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഫേസ് ടൈമിൽ നിങ്ങൾക്ക് ലൈവ് ട്രാൻസ്ക്രിപ്ഷൻ കിട്ടും എന്നുള്ളതാണ്. സോ ഇത്രയൊക്കെ ഈ മെയിൻ ആയിട്ട് ഈ iOS 26 വന്നിട്ടുള്ളൂ. അതുപോലെയൊക്കെ തന്നെയാണ് iPadOSലും macOSലും watchOSലൊക്കെ വന്നിട്ടുള്ളത്. ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റൊരു അപ്ഡേഷൻ പറയാനുള്ളത്, യൂട്യൂബിന്റെ സബ്സ്ക്രൈബ് ബട്ടൺ താഴെ കാണാവുന്നത്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോയിൽ ഇത്രയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.